ഈ എല്ലാ പടത്തിലും വിജയ് രക്ഷകനായി വരുന്നു, എല്ലാ പടങ്ങളുടെയും കഥ ഒന്നാണ് എന്നൊരു മീം അല്ലെങ്കിൽ ട്രോൾ എപ്പോഴും കേൾക്കാറുണ്ട്. സോ വാട്ട്, മിക്ക ജനുവരിയിലും രക്ഷിക്കാനായിട്ട് ആക്ഷൻ പടവുമായിട്ട് നമ്മുടെ ജെയ്സൺ സ്റ്റേത്തവും വരുന്നുണ്ടല്ലോ. ഷെൽട്ടർ റിക് റോമൻ വാവ് സംവിധാനം ചെയ്ത് ജെയ്സൺ സ്റ്റേത്തം നായകനായിട്ട് വന്ന പുതിയ ഇംഗ്ലീഷ് ആക്ഷൻ ത്രില്ലർ പടമാണിത്. ഞാൻ ഈ പടം ഇന്നലെ എറണാകുളം ലുലു PVR കണ്ടു. ഇപ്പോഴാണ് ഞാൻ ഓർത്ത്. ഇതേ ഡയറക്ടർ സംവിധാനം ചെയ്ത ഗ്രീൻലാൻഡ് 2 മൈഗ്രേഷനും ഞാൻ ഒരു 2 ആഴ്ച മുമ്പ് എറണാകുളത്ത് വെച്ച് കണ്ടായിരുന്നു. സോ 2 ആഴ്ചത്തെ ഗ്യാപ്പിൽ ഒരേ ഡയറക്ടറുടെ 2 ഹോളിവുഡ് പടങ്ങൾ റിലീസായിരിക്കുന്നു. വൗ. ഒരു വിജനമായ ഐലൻഡിൽ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് നമ്മുടെ നായകൻ. ഒരു കൊച്ചു പെൺകുട്ടി ഇടയ്ക്ക് ബോട്ടിൽ അവിടെ വന്നിട്ട് പുള്ളിക്കാരനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതായത് സപ്ലൈസ് ഒക്കെ കൊടുക്കുക. പക്ഷെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പുള്ളിക്ക് ആ കുട്ടിയെ രക്ഷപ്പെടുത്തേണ്ടി വരുന്നതാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയാം. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഓക്കേഷ് ആക്ഷൻ ത്രില്ലർ പടമാണ്. ചുമ്മാ ഒന്ന് കാണാം. പോസിറ്റീവ്സ് പറഞ്ഞാൽ ചില ആക്ഷൻ സീനുകളൊക്കെ രസമുണ്ടായിരുന്നു. ഒരു ചേസിംഗ് ഉണ്ട്, പിന്നെ CGI ആണെങ്കിലും തുടക്കത്തിലുള്ള ഒരു ബോട്ട് ആക്സിഡന്റ് സീൻ അത് കൊള്ളാമായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ബിഗ് സ്ക്രീനിൽ കണ്ടിരിക്കാൻ രസമുണ്ട്. എനിക്ക് ഈ ബോട്ട് കടലിൽ മറിയുന്നത്, കാർ ചേസ് ഒക്കെ കൊച്ചിലെ മുതലേ കണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും അല്ല. എത്തന പടം പാത്തിരിക്കെ. പിന്നെ ഇതിന്റെ ഒരു ക്യാമറ ലൊക്കേഷൻ ഇത് കിടുവാണ്, കളർ ടോണും നൈസാണ്. ജെയ്സൺ സ്റ്റേത്തം ഒരു സ്ഥിരം ആക്ഷൻ ഹീറോ കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരു ജോൺ വിക്ക് ടൈപ്പ് ക്യാരക്ടർ എന്ന് പറയാം. അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിന്നും നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അത്തരത്തിലുള്ള സീനുകൾ, ആക്ഷൻ ഒക്കെ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇതിൽ ഒരു കൊച്ചു പെൺകുട്ടിയെ വെച്ചിട്ടാണ് ഇവരൊരു ഇമോഷണൽ ആംഗിൾ വരുത്താനായിട്ട് നോക്കിയിരിക്കുന്നത്. പെൺകൊച്ചു കൊള്ളാമായിരുന്നു കേട്ടോ. അതുപോലെ ബിൽ നൈ ഒരു റോളിൽ പടത്തിലുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഇതൊക്കെ തുടങ്ങി വെച്ചൊരു ബോസ് എന്ന നിലയ്ക്ക് ഒരാൾ വേണമല്ലോ, അത്തരത്തിലുള്ള ഒരു റോള്. അഭിനയിച്ച എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ നീറ്റാണ്. ഇനി ടെക്നിക്കൽ സൈഡിൽ ഞാൻ പറഞ്ഞില്ല, ഇതിന്റെ ക്യാമറ പ്രത്യേകിച്ച് ലൊക്കേഷൻ ഭയങ്കര രസമാണ്. കളർ ടോൺ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇതിന്റെ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. യാതൊരു പുതുമയും ഇല്ലാത്ത വളരെ ടെംപ്ലേറ്റ് ആയിട്ടുള്ള ഇതിന്റെ ബേസിക് സ്റ്റോറി തന്നെയാണ് ഇതിന്റെ മെയിൻ വില്ലൻ എന്ന് പറയാം. നത്തിങ് ന്യൂ ടു ഗിവ്. ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുന്ന ഹീറോ, ആളറിയാതെ അയാളെ ചൊറിയാൻ വരുന്ന ഒരു ടീം, പിന്നെ അടി, ഓട്ടം, ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം. വളരെ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി. കുറച്ച് ജോൺ വിക്ക് ഉണ്ട്, കുറച്ച് ബോൺ ഐഡന്റിറ്റി ഉണ്ട്, എനിമി ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ട്. പിന്നെ വെറുതെ നിങ്ങളിപ്പം ജെയ്സൺ സ്റ്റേത്തം ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്ന പടം ഏതാണെന്ന് എയോട് ചോദിക്കുകയാണെങ്കിൽ സേഫ് എന്നൊരു പടം കാണിച്ചു തരും. അങ്ങനെ വേറെ പടങ്ങളൊക്കെ വരും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി, ഈ ചേസിങ് സീൻസ്, ആക്ഷൻ രംഗങ്ങൾ, കടലിലെ സംഭവങ്ങൾ, ഇതൊക്കെ ബിഗ് സ്ക്രീനിൽ കണ്ടിരിക്കാൻ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. ബോറൊന്നും എനിക്ക് അടിച്ചില്ല എന്ന് മാത്രം. മൊത്തത്തിൽ ഒരു ഓക്കേഷ് വൺ ടൈം കണ്ട് മറക്കബിൾ യൂഷ്വൽ ആക്ഷൻ പടമാണ് ഷെൽട്ടർ. OTT വരുമ്പോൾ ചുമ്മാ വേറെ ഒന്നും കാണാനില്ലെങ്കിൽ ഒരു രസത്തിന് സമയം കളയാനായിട്ട് എന്തെങ്കിലും കുറച്ചുകൂടി ഇങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് പടം. പടം ഇപ്പോൾ തിയേറ്ററുകളാണുള്ളത്. 1 മണിക്കൂർ 49 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.